അപേക്ഷിച്ചും ഇരന്നും മടുത്തതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും പ്രതിസന്ധിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദീർഘകാലമായി നിലവിലുണ്ടെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അതേസമയം സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറഞ്ഞൊഴിയുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹാരിസിനെതിരെ നടപടിയുണ്ടായാൽ ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുമെന്ന് KGMCTA-യും പ്രതികരിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകൾ ഇന്ന് പൊതുസമൂഹം വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. പക്ഷേ പതിവ് പോലെ സിസ്റ്റത്തിന്റെ തകരാർ എന്നുള്ള രീതിയിലാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. എന്തായാലും ഇതിലൊരു തുടർ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും രോഹിണി, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം, ഈ സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ടൊരു 4 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ 8 മാസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തൊരു വീഴ്ച സംഭവം ഡോക്ടർ മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ PS വഴിയാണ് ഡോക്ടർ ഈ സംഭവങ്ങളൊക്കെ ഓഫീസിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ മന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയ കാര്യം എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചെവിയിലെത്തിയില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ മന്ത്രി അറിയുന്നില്ല എന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഡോക്ടർ പലതവണ അപേക്ഷിച്ചും കയറി നടന്നൊക്കെ ചെരുപ്പ് തളർന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. വളരെ വ്യക്തമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ശസ്ത്രക്രിയകളാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ മുടങ്ങിപ്പോയത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 2000-ലധികം ശസ്ത്രക്രിയകളാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്റ്റാർട്ട് ഉണ്ടായിരുന്നത്. അതിൽ എത്രത്തോളം ഈ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ വ്യക്തത കുറവില്ല. ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. DMA ഇതുവരെ ഡോക്ടറുടെ കയ്യിൽ നിന്നും വിശദീകരണം തേടിയിട്ടില്ല. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.